എല്ലാ ബിസിനസ്സുകളും GST-ക്കകത്ത് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഏറെ പേർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ഗുഡ്സ് വിൽക്കുന്ന ആളുകളാണെങ്കിൽ 40 ലക്ഷം രൂപയും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 20 ലക്ഷം രൂപയും ഒരു വർഷത്തിലെ അഗ്രിഗേറ്റ് ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ മാത്രം കേരളത്തിൽ GST-ക്കകത്ത് രജിസ്ട്രേഷൻ എടുത്താൽ മതി അല്ലെ? ആ സമയത്ത് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്, എന്താണ് ഈ ATO അഗ്രിഗേറ്റ് ടേൺ ഓവർ? അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടത്തുന്ന ടാക്സബിൾ സപ്ലൈയും അതുപോലെ ടാക്സ് ഇല്ലാത്ത നികുതി ഒഴിവായിട്ടുള്ള എക്സെപ്റ്റഡ് സപ്ലൈയും അതുപോലെ എക്സ്പോർട്ടുകളും നിങ്ങളുടെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയും ഇതെല്ലാം കൂടി ചേർന്ന വാല്യൂവിനെയാണ് ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ കണക്കാക്കുക? നിലവിൽ പാനിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ആകമാനം അയാൾ നടത്തിയ ട്രാൻസാക്ഷൻസിൽ നിന്ന് ഈ ടേൺ ഓവർ ലിമിറ്റ് കഴിയാവുന്ന രൂപത്തിലുള്ള അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടെങ്കിൽ അയാൾ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം അയാൾ GST രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി നിങ്ങളുടെ ബിസിനസിന് ഈ ടേൺ ഓവർ ലിമിറ്റ് 40 ലക്ഷമോ 20 ലക്ഷമോ ഒന്നും ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GST-ക്കകത്ത് വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ